നമുക്കിന്നൊരു നാടൻ കപ്പയും പോർക്കും ഉണ്ടാക്കി നോക്കിയാലോ. നാടൻ കപ്പയും പോർക്കും തന്നെ, പക്ഷെ അതിനകത്ത് നമുക്ക് കിട്ടുന്ന കപ്പ എന്ന് പറഞ്ഞാൽ അത്ര ഫ്രഷ് ഒന്നുമില്ല. കുറേ നാളായിട്ട് മെഴുകൊക്കെ പുരട്ടി വെച്ച് വരുന്ന കപ്പയും നമുക്കിവിടെ സ്വീഡനിൽ കിട്ടത്തുള്ളൂ കേട്ടോ. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിലേക്ക് ഇട്ട ശേഷം നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു വിസിൽ വരണ വരെ നമുക്ക് വേവിച്ചെടുക്കണം. നിറയെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും നമുക്കിതിന് ഉരത്താൻ വേണ്ടി ആവശ്യമുണ്ട്. അത് ഞാൻ ചതച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നേരം കൊണ്ട് തന്നെ കപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ശേഷം ഞാനിത് ഉലത്താൻ വേണ്ടി എടുത്തിരിക്കുന്നത് പോർക്ക് നെയ്യാണ്. പോർക്ക് വേവിച്ചപ്പോൾ അധികമായിട്ടുണ്ടായിരുന്ന നെയ്യ് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ശേഷം ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുത്ത് എടുക്കുക. ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന പോർക്ക് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇഞ്ചി, സവാളയും കൊണ്ട് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ച പോർക്കാണ്. അപ്പോൾ അതിലേക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ അധികം പൊടികൾ വീണ്ടും ചേർക്കുന്നില്ല. അല്പം കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം വേവിച്ച് വെച്ച പോർക്കും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്ത ശേഷം നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച കപ്പയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ നെയ്യ്, പോർക്കിലുണ്ടായിരുന്ന നെയ്യ് മുഴുവൻ നമ്മുടെ കപ്പയിലേക്ക് പിടിച്ചു വരുന്നവരെ നന്നായിട്ട് ചെറു തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് കപ്പയിലേക്ക് നന്നായിട്ട് ആ പോർക്കിൻ്റെ നെയ്യ് പിടിച്ച് കിട്ടത്തുള്ളൂ. നമ്മൾ നോക്കി ആ കപ്പയിലേക്ക് നന്നായിട്ട് നെയ്യൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ആ നെയ്യ് പിടിച്ച് വരുന്നവരെ ചെറു തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചെറിയ സവാളയുടെ കഷ്ണങ്ങൾ കൂടി എടുത്ത് നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് സ്വീഡനിലാണെങ്കിലും നാടൻ കപ്പയും പോർക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അഭിപ്രായം പറയുക. താങ്ക് യു.